നല്ലവൻ എന്നേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. എത്ര നല്ലവൻ, എത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ എണ്ണിയാൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തലന്മാർ പ്രവൃത്തികൾ എന്ന വിഷയത്തെ കുറിച്ചാണല്ലോ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന വിഷയത്തിൽ നിന്ന് പ്രധാനമായും ചിന്തിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം യേശുവിൻ ക്രിസ്തുവിന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലില്ല എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് വാക്യങ്ങളെല്ലാം പിശാച് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന പോലെ ഇത് പറയുകയാണ്. അപ്പം അതിന് പത്രോസിന് ശേഷം അപ്പോസ്തലന്മാർ എന്താ പറഞ്ഞത്? മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടത് എന്താണ്? അനുസരിക്കേണ്ടതാകുന്നു എന്നാണ് പറഞ്ഞത്. മനുഷ്യൻ എന്ത് പറയുന്നതല്ല കാര്യം, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി അവനെ അനുസരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യമെന്നാണ്. അതിനാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. ഞങ്ങൾ ആ നാമത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഞങ്ങൾ ആ നാമത്തിന് വേണ്ടിയാണ് മരിക്കുവാൻ ഇരിക്കുന്നതും എല്ലാം അതിനുവേണ്ടി മാത്രമാണ് എന്നാണ് അപ്പോസ്തലൻ പറയാനുള്ളത്. കാരണം ന്യായാധിപസംഘം അവരെ ശിക്ഷിക്കാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ന്യായാധിപസംഘം അവരെ ഉപദ്രവിക്കാം. കാരണം യേശു അല്ലാതെ രക്ഷയില്ല എന്ന് അവർ പറയുമ്പോൾ ചിലപ്പോൾ ഉപദ്രവിക്കാം. കാരണം അതവർക്ക് നന്നായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? അതിനെ ഭയക്കുന്നില്ല. അതിനെ ഭയക്കാതെ തന്നെ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവര് ഭയക്കാതെ തന്നെ മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുകയാണ്. ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അനുസരിക്കേണ്ടത് ദൈവത്തെയാണ്, മനുഷ്യരല്ല എന്നുള്ള കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറയുകയാണ്. 30ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നത്. 30ാമത്തെ വാക്യത്തിലേക്ക്, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാർ ഉയർപ്പിച്ചു. അവർക്ക് ബോധ്യമാകാൻ വേണ്ടിയാകാം നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാർ ഉയർപ്പിച്ചു. മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവനെ ഉയർപ്പിച്ചു. അപ്പോൾ യേശു ക്രിസ്തു ദൈവമല്ല, അല്ലെങ്കിൽ യേശു ക്രിസ്തു കേവലം മനുഷ്യനാണെന്നാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അതിന് ദൈവം മനുഷ്യനാണെന്ന് തീർന്നതാണ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് എന്നൊന്നും അവർക്കറിയത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള അറിവൊന്നുമില്ല. അവരങ്ങനെ ചിന്തിക്കുന്നില്ല. അങ്ങനെ തന്നെ അവർ വിശ്വസിക്കുന്നില്ല. അവരായിരുന്ന സമയത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു എന്താണ്? ഇവൻ തച്ചന്റെ മകനാണ്, ബെൽസബൂലിനെ കൊണ്ട് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു യേശുക്രിസ്തുവിനെ കുറിച്ച് അന്നത്തെ യഹൂദന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവൻ എവിടുന്നോ സിദ്ധിയൊക്കെ പഠിച്ചുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു ക്രിസ്തുവിനെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇവരെ ഉയർപ്പിക്കാൻ പറയുകയാണ്, ഉയർപ്പിച്ചു. കാരണം സാധാരണ എല്ലാവരും വൈകിയും ആത്മാവോട് പോകുന്നു. ശലോമോൻ പറയുന്ന പോലെ പറയുന്ന ആത്മാവ് ഇങ്ങോട്ട് പോകുന്നു, മേലേക്ക് പോകുന്നു, താഴേക്ക് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു എന്നറിയുന്നില്ല. അവസ്ഥയാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങോട്ട് പോകുന്നു, അബ്രഹാമിന്റെ മടിയിലേക്കാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പം ഈ മനുഷ്യൻ പോകത്തില്ല എന്നുള്ളതാണ് അവർ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. കാരണം ഈ മനുഷ്യൻ പലപ്പോഴും ഭൂമിയിലായിരുന്ന യേശു ക്രിസ്തു ദൈവവചന വിരുദ്ധങ്ങൾ, പ്രമാണ വിരുദ്ധങ്ങൾ പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം യേശു ക്രിസ്തുവിനെ കളിയാക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവരാണ് ഈ പരീശന്മാരും യഹൂദന്മാരും എല്ലാം. അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഈ കാണുന്ന ഈ കാഴ്ച ഇവിടെ പറയുകയാണ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അല്ലെ, ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് പത്രോസ് അപ്പോസ്തലൻ ചെയ്യുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ 31ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വളരെ ശ്രദ്ധിക്കണം. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനം നൽകുവാൻ ദൈവം അവനെ പ്രഭുവായി രക്ഷിതാവായി തന്റെ വലം കൈയാൽ ഉയർത്തി. അപ്പം അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ഇസ്രായേലിന് മാനസാന്തരം തന്നു, പാപമോചനം തന്നു,
അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനായി തീർന്ന കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം മനുഷ്യനായി തീർന്ന എന്തിനാണ്? വാട്ട്സ് ദ പർപ്പസ്? എന്താണ് പർപ്പസ് എന്നാണ് അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്. കാരണം മാനസാന്തരം നിന്ന് പാപമോചനം. അതാണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചു. മാനസാന്തരവും പാപമോചനവും അവന്റെ നാമത്തിൽ യെരൂശലേമിൽ തുടങ്ങണം. അവർ കർത്താവിന് കേട്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ന്യായാധിപ സംഘത്തോട് പറയുകയാണ്. കാരണം കറക്റ്റ് സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഓർപ്പിച്ചു തരുമെന്ന് കർത്താവ് തന്നെ ഭൂമിയിൽ നിന്നും പറഞ്ഞു. ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നാലും ആ സമയത്ത് പറയേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം തന്നെ അവരിവിടെ പറയുകയാണ്. എന്താണ് പറയുന്നത്? അവന്റെ നാമത്തിൽ പാപമോചനം, മാനസാന്തരം യെരൂശലേമിൽ തുടങ്ങണം. അതാണ് ഇവിടെ പറയുന്നത്, അല്ലേ? എന്താണ് വലങ്കൈ? എന്താണ് വലങ്കൈയാൽ ഉയർത്തിയിരിക്കുന്നത്? പഠിക്കുന്നു യഹോവയുടെ വലങ്കൈ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് വാക്യമുണ്ട്. യെശയ്യാവിന്റെ പുസ്തകത്തിലാണ്. ചിലവണ ഇരുന്നയാള് അപ്പം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വലങ്കൈ എന്ന് പറയുന്നത്. അപ്പം നമ്മള് ആയിരുന്നപ്പോൾ തന്നെ ദൈവത്തിന്റെ രണ്ട് ഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. വലതു ഭാഗവും ഇടതു ഭാഗവും. അപ്പൊ വലത് രക്ഷയുടെ ഭാഗവും മറ്റേത് നാശത്തിന്റെ വാതിലും വന്നിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നതായിട്ട് യേശു ക്രിസ്തു തന്നെ വിവരിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം വിവരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. അതിനെക്കുറിച്ച് പല വീഡിയോകളും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇനിയും അതിനെക്കുറിച്ച് വീഡിയോ ഇനിയും ഒരിക്കൽ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രക്ഷിതാവും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം 32-ാമത്തെ വാക്യത്തിൽ ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികൾ എന്ന ഉത്തരം പറഞ്ഞു. അപ്പം ദൈവം സാക്ഷിയായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ തന്നിട്ടുണ്ട്. അതിന് സാക്ഷി ദൈവത്തിന്റെ ആത്മാവുകളോട് കൂടെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ പത്രോസിന് പറയുവാൻ ഏറിയ കാര്യങ്ങളുണ്ട്. എന്തിനാണ് ഈ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ലജ്ജിക്കുന്നില്ല. ഞങ്ങൾ ധൈര്യമായി ഈ നാമത്തിന് വേണ്ടി തന്നെ നിൽക്കും എന്ന് ഉറച്ചാണ് അവർ ന്യായാധിപ സംഘത്തോട് ഉത്തരം പറയുന്നത്. ശ്രദ്ധിക്കണം. അപ്പൊ 31-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കണം, ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവര് ഒടുക്കിക്കളയുവാൻ ദേഷ്യം വന്നിട്ട് ഒടുക്കിക്കളയാൻ, അവരെ ഇല്ലാതാക്കി കളയാൻ അവർക്ക് ഉള്ളിൽ നിന്നുള്ള പ്രേരണ വരികയാണ്. യേശു ക്രിസ്തുവിന്റെ നാമം ഉയർത്തുന്നു പറഞ്ഞപ്പോൾ അവർക്ക് ആകെക്കൂടെ ദേഷ്യവും ആകെക്കൂടെ കൊല്ലണം, ഇവരെ ഇല്ലാതാക്കണമെന്നുള്ള ഒരു വലിയൊരു പ്രേരണ അവർ ഉള്ളിൽ നിന്ന് വരികയാണ്. അപ്പം അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മ ഉപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. അപ്പൊ അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. അവർ തന്നെ എന്നെ ചെയ്യണമെന്ന് ഓർക്കുന്ന ഒരു ബുദ്ധി അവർക്ക് കിട്ടുന്നില്ല. അവർ വീണ്ടും ആലോചിക്കാൻ പോവുകയായിരിക്കും. അതുകൊണ്ട് അവരെ പുറത്താക്കിയേക്കും. ഗമാലിയേൽ എന്ന് പറയുന്ന ആള്. ഗമാലിയേലിനെ കുറിച്ച് നമുക്കറിയാം. അതെ, ആരാണ്? പൗലോസ് അപ്പോസ്തലൻ ശൗലായിരുന്ന കാലത്ത് ന്യായപ്രമാണം ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനാണ്. നമുക്കറിയാം ഗമാലിയേലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്താണ്, എഴുന്നേറ്റ് അവരെ കുറെ നേരം പുറത്താക്കുവാനായിട്ട് കൽപ്പിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. 35-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പിന്നെ അവൻ അവരോട്, ഇസ്രായേലിന്റെ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്താണ് ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നവിടെ പറഞ്ഞിട്ട് 36-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഈ നാളുകൾക്ക് മുമ്പേ യുദ്യാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ച് ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നു കൂടി. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവർ എല്ലാവരും
ചിന്നി ഒന്നുമില്ലാതാവുകയും ചെയ്തു എന്ന് അവിടെ കാണുന്നു. 37-ാമത്തെ വാക്യത്തിൽ അവന്റെ ശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനെ നശിച്ചു. അവനെ അനുസരിച്ചവർ ഒക്കെയും ചിതറിപ്പോയി. 38-ാമത്തെ വാക്യത്തിൽ ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചന പ്രാവർത്തികവും മാനുഷികവുമെങ്കിൽ അത് നശിച്ചു പോകും എന്ന് അവിടെ കാണുന്നു. ദൈവികമെങ്കിലോ നിങ്ങൾക്ക് നശിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നുവെന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുനാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടു. എന്താണ് ജനത്തെ എന്ത് ചെയ്തു? ബ്രെയിൻ വാഷൊക്കെ ചെയ്തു അവിടെ. കാരണം ഇത് ശരിയായ ഉപദേശമല്ല എന്നൊക്കെ പറഞ്ഞു ജനത്തിന് ബ്രെയിൻ വാഷൊക്കെ ചെയ്ത് പറഞ്ഞു വിട്ട് അപ്പോസ്തലന്മാരെ അടിക്കുകയും ചെയ്തു. അടിച്ചിട്ട് പറഞ്ഞു വളരെ വ്യക്തമായിട്ട് എഴുതിയിരുന്നു, യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തു എന്ന് പറയുന്നില്ല, യേശുവിന്റെ നാമത്തിൽ തന്നെ അവിടെ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ചവരെ വിട്ടു. അവർ സംസാരിച്ചത് അടുവില്ല സംസാരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നവരെ എന്ത് ചെയ്തു? ഇനി സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കി അവരെ അടിച്ചിട്ട് വേണം ഉപദേശിക്കാമെന്ന് പറഞ്ഞ് ശിക്ഷ കൊടുത്ത് പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 41-ാമത്തെ വാക്യത്തിൽ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപൻ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. അപ്പൊ അവർക്ക് അതിന് അഭിമാനമേ ഉള്ളൂ. കാരണം യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം അവർക്ക് ആദ്യത്തെ അടി കിട്ടി. അവരതിൽ എന്ത് ചെയ്തു? അഭിമാനമായിരുന്നു അവർക്കത്. സഹിക്കുവാൻ എന്ത് ചെയ്തു? സന്തോഷവും. തിരുനാമത്തിന് വേണ്ടി അവർ അപമാനം സഹിച്ചുവെങ്കിൽ അത് അവർക്ക് അഭിമാനമായിരുന്നു. കാരണം എന്താ? അവരത് സന്തോഷിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അവർക്ക് അടിയൊന്നും വിഷയമായിരുന്നില്ല. അടിച്ചൊന്നും ഒരു വിഷയമായിരുന്നില്ല. കാരണം ഇത്രയും പേര് നോക്കി നോക്കിയും തല്ലി എന്ന് പറഞ്ഞവർ കരഞ്ഞൊന്നുമില്ല. അത് വളരെ സന്തോഷത്തോടെ കടന്നു. ഇവരെന്തിനാ ഞങ്ങളെ തല്ലിയത്? ഞങ്ങൾ ആ യേശുക്രിസ്തുവിനെ നാമം പറഞ്ഞു ഞങ്ങളെ തല്ലി. പരാതിയില്ല അവർക്ക് യാതൊരു പരാതിയും അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നില്ല. അടി മേടിച്ചുകൊണ്ട് അവർ ആ നാമത്തിന് വേണ്ടി അടികൊള്ളാൻ വരെ തയ്യാറായിരുന്നു എന്നുള്ളതാണ് അവരെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം അവർ ആ നാമത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ആ നാമത്തിൽ പ്രസംഗിക്കരുത്. ആ നാമത്തിൽ പ്രസംഗിച്ചു. ആ നാമത്തിൽ അവർ അടികൊണ്ടു. ആ നാമത്തിൽ അടിച്ചു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് 42-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീട് തോറും വിടാതെ ഉപദേശിക്കുകയും യേശു ക്രിസ്തുവാണ്, യേശു ക്രിസ്തു, യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തു. ക്രിസ്തു അഭിഷക്തൻ എന്ന അർത്ഥത്തിലാണ് ക്രിസ്തു എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. യേശു ക്രിസ്തു ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു. യേശു ക്രിസ്തുവായി ദൈവം അഭിഷക്തനായി മാറുകയായിരുന്നു. ആ ദൈവം ആ സുവിശേഷത്തെയാണ് അവർ കൂടുതലായി മുറുകെ പിടിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഈ വചനത്തിലെ ഉടനീളവും കാണുവാനായിട്ട് സാധിക്കുന്നു. അത് അവർ വീട് തോറും ദേവാലയങ്ങളിൽ ഒക്കെ ഉപദേശിച്ചു. അവരെ അടിച്ചെന്നും പറഞ്ഞവർ നിർത്തിയൊന്നുമില്ല. ഞങ്ങൾ ഇനിയിപ്പോൾ ജോലിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിർത്തിയില്ല. അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? കർത്താവിന് വേണ്ടി വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. കർത്താവിന്റെ വചനത്തിൽ നോക്കുവാൻ തുടങ്ങി. അതും അവർ മുന്നോട്ട് മാറിയില്ല. അവർ മുന്നോട്ട് വെച്ചത് കാല് മുന്നോട്ടാണ് ഉള്ളൂ, പുറകോട്ടില്ല എന്ന് പറഞ്ഞതുപോലെ അവരെന്ത് ചെയ്തില്ല? കലത്തേക്ക് കൈവച്ചിട്ട് പുറകോട്ടോട് തിരിഞ്ഞു നോക്കിയില്ല. അവർ മുന്നോട്ട് തന്നെ പോയി എന്നുള്ളതാണ് അവരെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.